ഹായ് ഗൈസ്. നമ്മള് ആഹ് ഇന്ന് നമ്മുടെ വേൾഡ് കപ്പ് T20 ഇന്റർനാഷണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആം, നമ്മുടെ UAE-ലാണ് നടക്കുന്നത്. UAE, ഒമാൻ അങ്ങനെ നടക്കുന്ന കളി ഇപ്പം നല്ല അത്യുഗ്രമായി നല്ല മുഹൂർത്തങ്ങൾ പല കളികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. അപ്പൊ ആ ഒരു ഇതിനകത്ത് ഇന്ത്യയുടെ ഫസ്റ്റ് ഗെയിം പാകിസ്ഥാൻ ആർച്ച് റൈവൽസ് എന്ന് പറയും, പാകിസ്ഥാനായിട്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ജസ്റ്റ് ഔട്ട് പ്ലേഡ് ഇന്ത്യ, അങ്ങനെ തന്നെ പറയണം. അത്ര നല്ലൊരു കളിയായിരുന്നു പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന്. പിന്നെ 10 വിക്കറ്റ്സിന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഔട്ട് പ്ലേഡ് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞ് ഇനി ഇന്ത്യയുടെ സെക്കൻഡ് മാച്ച് ന്യൂസിലാൻഡായിട്ട് വരാനിരിക്കുന്നു. അപ്പം ബാക്കിയുള്ള ടീമുകൾ, അതായത് അഫ്ഗാനിസ്ഥാൻ, ആഹ് ഈ ടൂർണമെന്റിൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനായിട്ട് കളി തോറ്റെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ വലിയൊരു ഭീഷണി തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് കളി തന്നെ തോറ്റ ഇന്ത്യ ടോപ്പ് 2-ൽ എത്തിയാലേ ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു അടുത്ത കളികളെല്ലാം, അടുത്ത 4 കളികൾ ജയിച്ചേ തീരും. കാര്യം പാകിസ്ഥാൻ ഓൾറെഡി ഇന്നാണ്. ഇനി ഒരു സ്പോട്ടിന് വേണ്ടിയാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം ന്യൂസിലാൻഡായിട്ടാണ് നെക്സ്റ്റ് ഗെയിം. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനായിട്ടുണ്ട്, നമീബിയ ആയിട്ടുണ്ട്, സ്കോട്ട്ലാൻഡ് ആയിട്ടുണ്ട്. നമീബിയയുടെയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ. നമുക്കറിയില്ല, ചിലപ്പം നമ്മൾ പണ്ട് കെനിയ സർപ്രൈസ്, അതായത് ബംഗ്ലാദേശ് ഒക്കെ സർപ്രൈസ് പുൾ ഡൗൺ ചെയ്ത പോലെ ഇന്ത്യനെ ഇതിനകത്ത് ഏതെങ്കിലും ടീമിനും ചിലപ്പോൾ തോൽപ്പിക്കാൻ പറ്റും. അപ്പം അഫ്ഗാനിസ്ഥാനും ന്യൂസിലാൻഡും എന്തായാലും ഇന്ത്യക്ക് വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പം ആദ്യം തന്നെ നാളത്തെ കളി, അതായത് ന്യൂസിലാൻഡായിട്ടുള്ള കളി ഇന്ത്യ പുൾ ഔട്ട് ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് ഒരു വിജയ സാധ്യത അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളൂ. അപ്പം ഈ വേൾഡ് കപ്പിൽ മറ്റേ അടുത്ത ഗ്രൂപ്പിലാണെങ്കിൽ ഓസ്ട്രേലിയ അങ്ങനെ ഇങ്ങനെ ജയിച്ചു പോകുന്നു. അവർ വളരെ പെർഫെക്റ്റ് കളിയൊന്നും അല്ല കളിക്കുന്നത്. എന്നാലും ഓസ്ട്രേലിയ ജയിച്ചു പോകുന്നു. അതുപോലെ സൗത്ത് ആഫ്രിക്ക ഒരു കളി ജയിച്ചു. വെസ്റ്റ് ഇൻഡീസ് നല്ല പുലികളാണെന്നും പറഞ്ഞ് വന്നിട്ട് എലികളെക്കാളും കഷ്ടമുള്ള ഒരു അവസ്ഥയാണ്. അവർക്ക് ആ ഒരു പാട്രിയോട്ടിസം ഇല്ലാത്ത മാതിരിയാണ്. അതായത് അവർ ജസ്റ്റ് അവർക്ക് ക്ലബ് ഗെയിംസ് കളിക്കുക. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഫീലിംഗ്, അവർക്ക് ആ ക്ലബ് ഗെയിംസിലൊക്കെ അവർ നല്ലതായിരിക്കും. പക്ഷെ ടീമായിട്ട് അവരൊരു ഗുഡായിട്ട് തോന്നുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. ശ്രീലങ്ക ഈസ് ഡൂയിങ് ഗുഡ്, നല്ല ഇതാണ്. ശ്രീലങ്കയ്ക്കും ചാൻസ് ഉണ്ട്. പിന്നെ അപ്പം ആ ഒരു രീതിയിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യ സ്റ്റാൻഡ്സ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഗെയിം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചാൻസുകൾ എന്താണെന്നുള്ളത്. അപ്പം അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക്, വാട്ട് വി ഹോപ്പ് ദാറ്റ് ഇന്ത്യ ഷുഡ് മേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇതാണ് നമ്മുടെ ഒരു ടോപ്പിക്. അപ്പം എൻ്റെ ഫസ്റ്റ് ഇത് തന്നെ പറയുകയാണെങ്കിൽ, ഇന്ത്യ ഇപ്പം ഗെയിം ബൈ ഗെയിം എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ നാളെ ന്യൂസിലൻഡിനെതിരായ കളി പുൾ ഔട്ട് ചെയ്യാൻ നോക്കുക. അതിന് എന്താണ് ക്യാപ്റ്റൻ ഫേവറേറ്റ്സ് അല്ലെങ്കിൽ ടോപ്പ് പ്ലെയർ ഫേവറേറ്റ്സ് അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുക. അല്ലാണ്ട് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരങ്ങനെ ചെയ്തു, അത് നല്ല, അവരുടെ കളി നന്നായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് പറയലും, ഒരു കളിക്ക് മുമ്പ് ഞങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറയലും അല്ല വേണ്ടത്. അതിന് നമ്മൾ ഒരു റീസെന്റ് പെർഫോമൻസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇപ്പം ഇന്ത്യക്ക് ഒരു വിഴുപ്പ് ചുമക്കുന്ന പോലെയാണ്, ഭാരം ചുമക്കുന്ന പോലെയാണ് ഹാർദിക് പാണ്ഡ്യനെ ഇപ്പൊ ഇന്ത്യൻ ടീം ചുമക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഫോർ ദ റീസെന്റ്ലി സംഭവിച്ച എല്ലാ കളികളിലും ഹാർദിക് പാണ്ഡ്യ ഹാസ് ഇൻ പ്ലേഡ് എനിത്തിങ്. അവന് ഹീസ് എ ഓൾറൗണ്ടർ. അപ്പം ഇന്ത്യ ഈസ് എക്സ്പെക്ടിങ് ഹിം ടു ബാറ്റ് ആൻഡ് ബോൾ. ഈ ഹാർദിക് പാണ്ഡ്യ ഈസ് നോട്ട് ബോളിംഗ്, ഫിറ്റ് അല്ല, ബോൾ ചെയ്യുന്നില്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഈസ് ലൈക്ക് എനി അതർ ബാറ്റ്സ്മാൻ. അപ്പൊ പിന്നെ ഹാർദിക് പാണ്ഡ്യനെ കമ്പയർ ചെയ്യേണ്ടത് വേറെ ബാറ്റ്സ്മാൻമാരുടെ ഒപ്പമാണ്. അത് അരുൺ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ. അപ്പം ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ ഒരു ബാറ്റ്സ്മാനായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഇപ്പം ഉള്ളതിൽ ശ്രേയസ് അയ്യരും എന്താ നമ്മുടെ ഇഷാൻ കിഷനൊക്കെ അത്യുഗ്രമായി തന്നെ ഫോമിൽ നിൽക്കുന്നത്. അവരെ എടുക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ഇത്തിരി കൂടെ ചാൻസ് ഉണ്ടാകും. ഞാൻ വേണമെങ്കിൽ പറയും, ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള കളിയിൽ ചിലപ്പം ഈ ഹാർദിക് പാണ്ഡ്യക്ക് പകരം അവിടെ വേറൊരു ഓൾറൗണ്ടറോ വേറൊരു ബോളറോ അല്ലെങ്കിൽ ബാറ്റ്സ്മാനോ ചിലപ്പോൾ കളിയുടെ ഗതി തന്നെ വേറെ ആയിരുന്നിരിക്കാം. കാരണം ആ ഒരു അത്തരം ബോളിൽ അവർക്ക് മാറ്റം വരുത്താം. ഒരു ഓവർ എറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ വിക്കറ്റ് എടുക്കിട്ടാം. അപ്പം എന്തിനാണ് ഇന്ത്യൻ ടീമും, അതായത് മുംബൈ ഇന്ത്യൻസ് എന്ത് ചെയ്തു അത് തന്നെ ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. വേറൊരു വലിയൊരു കളിക്കാർ അല്ലെങ്കിൽ ഒരു സാധാ ഒരു യങ്സ്റ്ററിന്റെ ചാൻസ് ആണ് ഈ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ അവിടെ മാറ്റം വരുത്തണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഒരുപാട്, പിന്നെ ഇന്ത്യക്ക് ഇപ്പൊ ഇഷാൻ കിഷനെ കൊണ്ടുവന്ന ഇന്ത്യക്ക് ബാറ്റിംഗ് ഓപ്പണിംഗ് ഓപ്ഷൻ മാറ്റാം. അതായത് ആ ഓർഡർ തന്നെ മാറ്റാം. അതായത് നമുക്ക് അവർ ഡീപ്പ് ബാറ്റിംഗ് ഇത്രയും കൂടെ ഡെപ്ത് ഉണ്ടാവും. പിന്നെ
എന്താണ് ഇപ്പം UAE പിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നത് സ്പിന്നിനെ കൂടുതൽ തുണയ്ക്കുന്ന പിച്ചാണ്. ഇന്ത്യ ഫസ്റ്റ് കളിയിൽ തന്നെ ഒരു അത്ര സ്പിൻ അറ്റാക്ക് ഇല്ലാണ്ട് പോയത് വലിയൊരു മോശം കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇത്തവണ വേണമെങ്കിൽ ഇന്ത്യക്ക് അശ്വിനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അടുത്ത കളികളിൽ നമ്മൾ ശരിക്കും ഹോംവർക്ക് ചെയ്തിട്ട് വേണം കളിക്കാൻ. പിന്നെ ഇപ്പൊ ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു, എനിക്ക് അത്രത്തോളം അത് സത്യമാണെന്ന് അറിയില്ല. മെൻഡർ ആണ് ഇന്ത്യൻ ടീം സെലക്ടേഴ്സ് വാണ്ടഡ് ഇന്ത്യൻ ഹാർദിക് പാണ്ഡ്യ ടു ബി ഡ്രോപ്പ്, ബട്ട് ദ ഇന്ത്യൻ ടീംസ് മെൻഡർ വാണ്ട് ഹിം ടു സ്റ്റേ. എന്താണ് അതിന്റെ ഉദ്ദേശം എന്നറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. കാര്യം ഒരു IPL ജയിക്കുന്ന പോലെ അല്ലല്ലോ, പാട്രിയോട്ടിക് ഒരു കൺട്രിക്ക് വേണ്ടി കളിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെ കളിക്കണം അല്ലെ. ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ നമുക്ക് ചാൻസസ് എടുക്കാൻ പറ്റത്തില്ല. ഈവൻ സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ നല്ല ഫോമിൽ നിൽക്കുമ്പോൾ അവർക്ക് ഇഞ്ചോർഡ് ആണ്, ഫിറ്റ് അല്ല, അവർക്ക് കളിക്കാൻ പറ്റില്ലെങ്കിൽ അവർ മാറണം. അതങ്ങനെ തന്നെയായിരുന്നു. അപ്പം അരുണിന്റെ മനുവിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാം, എന്താണ് ഇതിനെ കുറിച്ച് അവർക്ക് പറയാനുള്ളത്. മനു മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കുവാണെങ്കിൽ കേൾക്കായിരുന്നു എല്ലാവർക്കും. ഹായ് എവരിവൺ. കുറച്ച് ഏകദേശം 3 പേരും കൂടെ വീഡിയോ ചെയ്തു. നാഗ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇന്നത്തെ കളിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ 2020 ഈ 2021 ഈ 2020 നമുക്ക് കാണുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 മാച്ച് വെച്ച് ബാക്കിയെല്ലാം സെക്കൻഡ് ബാറ്റ് ചെയ്തവരാണ് വിജയിച്ചേക്കുന്നത്. അപ്പം ഇന്ത്യക്ക് ടോസ് കിട്ടി, ഒന്നെങ്കിൽ ഇന്ത്യ ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ചേസ് ചെയ്യണം എന്നാണ് ഞാൻ ജസ്റ്റ് ഇപ്പം നോക്കുമായിരുന്നു. ബംഗ്ലാദേശിന്റെ വെസ്റ്റ് ഇൻഡീസിനോട് 3 റൺസ് ചോദിച്ചു, ബാക്കിയെല്ലാം സെക്കൻഡ് ചേസ് ചെയ്ത് ജയിച്ചവരാണ്. സോ ഇന്ത്യയുടെ മേജർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 1.5 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഹാർദിക് പാണ്ഡ്യയുടെ. അത് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, കാരണം എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ഇപ്പം ഗ്രൂപ്പ് ബിയിൽ നോക്കുവാണെങ്കിൽ ആകപ്പാടെ ഒരു ദുർബല ടീമാണ്, ശരിക്കും ടീംസാണ് ഉള്ളത്. പക്ഷെ ഇന്ത്യയുടെ ഇപ്പം 5ാം സ്ഥാനം കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം വരുന്നു. കാരണം 2019 നമുക്ക് കണ്ടാറ് അഫ്ഗാനിസ്ഥാനായിട്ട് 227 റൺസിന് എടുത്തിട്ട് അവര് എന്തോ 10 റൺസിനാണ് തോറ്റത്. അപ്പം ശരിക്കും എനിക്ക് ഇന്ത്യയുടെ എന്ത് പൊസിഷൻ ഒന്നും എനിക്കറിയില്ല. എനിക്ക് അഫ്ഗാനിസ്ഥാനായിട്ട് ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കിപ്പോ ഉള്ളൂ. ഇപ്പം നമീബിയ, സ്കോട്ട്ലൻഡ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസിലൻഡും മേജർ ICC ഇവന്റ്സിലെല്ലാം ന്യൂസിലൻഡോട് ഇന്ത്യ തോറ്റിട്ടേ ഉള്ളൂ. എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം. ഇപ്പൊ ഓപ്പണേഴ്സ് ആയ പോലും അവർ ഫോമിൽ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് പാകിസ്ഥാൻ ടീമിനെ അഭിനന്ദിക്കാതെ വയ്യ. അവര് നല്ല രീതിയിൽ എല്ലാം ഒരു ടീം വർക്കായിട്ട് അവർ കളിച്ചു വരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലണ്ട്. സോ ഞാൻ സാധ്യത കൂടുതൽ കാണുന്നത് ഇംഗ്ലണ്ടോ പാകിസ്ഥാനോ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ നമ്മുടെ ടോപ്പിക് അതല്ല, ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണെന്നാണ്. ഇന്ത്യ അത് ശരിക്കും നല്ലപോലെ, കാരണം ഇനിയും പിടിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇന്ത്യക്ക് ഒരു കളിയേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ കളിയും നല്ല രീതിയിൽ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയുടെ കോൺഫിഡൻസ് ഇത്തിരി കുറഞ്ഞു. കാരണം പരമ്പരാഗത വൈരികളായ പാകിസ്ഥാൻ മുന്നേറുന്ന ഒരു സൈഡിൽ, അപ്പം അതുപോലെ അഫ്ഗാനിസ്ഥാൻ ഈ 3 സ്പിന്നേഴ്സ് മുജീബ്, റഷീദ്, പിന്നെ നബി, ഇവരുടെ എനിക്കറിയില്ല എന്താവും ഇന്ത്യയുടെ സ്ഥിതി. അപ്പൊ ഇന്നത്തെ കളിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഇന്ത്യ സെമി ആണോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പാകിസ്ഥാൻ, ന്യൂസിലാൻഡ് ആയിരിക്കും ഇവിടുന്ന് സെലക്ട് ആവുന്നത്. സോ എനിക്ക് വേറൊന്നും പറയാനില്ല. ഹാർദിക് പാണ്ഡ്യയുടെ ഒക്കെ നമ്മൾ അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കാൻ. മനുവിന് വേറൊന്നും പറയാനുണ്ടാവില്ല. ഞാനും ഈ ടോപ്പിക് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാന്ന് ചോദിച്ചപ്പോ മാപ്പ് എടുത്ത് ചൂട്ടിക്കളി, ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ് മാപ്പിൽ കാണിച്ചു തരണം, ആ ഒരു ടൈപ്പാണ് മനു. അപ്പൊ കൂടുതൽ ടോപ്പിക്കിലൊന്നും പറയില്ല. അരുൺ. അതെ, അതായത് പാകിസ്ഥാനായിട്ടുള്ള മാച്ചിന് മുമ്പ് അത് ഇന്ത്യ 2 മറ്റേ കളി കളിച്ചല്ലോ, ഡെമോ കളി, ഓസ്ട്രേലിയയായിട്ടും ഇംഗ്ലണ്ടായിട്ടും. അതിനകത്ത് ഭയങ്കര തമ്പിങ് വിക്ടറീസും ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി വിചാരിച്ചു യെസ്, ഇന്ത്യ ഇസ് എ സ്ട്രോങ് ടീം, ദേ ഹാവ് ഗോട്ട് ഓൾ ദിയർ ബേസസ് കവേർഡ് എന്നൊക്കെ. പക്ഷെ നേരെ 2020 സ്റ്റാർട്ട് ആയപ്പോ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ത്യ കളിച്ചത്. അതായത് തമ്പിങ് വിക്ടറി ഫോർ പാകിസ്ഥാൻ. ലൈക്ക് പാകിസ്ഥാൻ ജയിച്ചു, നന്നായി കളിച്ചു, ഓൾ ക്രെഡിറ്റ് ടു ദം.
കാരണം യൂഷ്വലി പാകിസ്ഥാൻ കളി തോക്കുന്നത് ഓവർവെൽം ഡൗൺ സിറ്റുവേഷനിൽ എന്നിട്ട് അവർ കളി കൊടുക്കും ഇന്ത്യക്ക്. അതാണ് ഈയിടെയുള്ള ഇന്ത്യ പാകിസ്ഥാൻ കളികളെല്ലാം കാണുന്നത്. അതായത് സിറ്റുവേഷൻ അവരെ കൈയടക്കും എന്നിട്ട്. പക്ഷെ ഈ പ്രാവശ്യം ലൈക്ക് ബാബർ ആസം നമ്മൾ പറയണ്ടായി, ലൈക്ക് ഇപ്പൊ ടോപ്പ് 4 ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിരാട് കോഹ്ലി ഇൻക്ലൂഡഡ് അല്ല. കറണ്ട് ഫോം കറണ്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ ബാബർ ആസമാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്തിരുന്നു റിസ്വാൻ ഇസ് എ ഗുഡ് പ്ലെയർ. കാരണം റിസ്വാൻ ഇസ് എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. എന്നെ സംബന്ധിച്ചിടത്തോളം അവനാ ഒരു പേടിയോ അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ കൂൾ ഹെഡ് ഗായ്. സോ ഡെഫിനറ്റ്ലി അതിനകത്ത് ഒരാൾ വന്ന് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കളി വ്യത്യാസം വന്നേനെ. കാരണം നമുക്കറിയാലോ നമ്മുടെ പഴയ ഷൊഹീബ് മലിക് ഒക്കെ ഉണ്ട് നമ്മളെ സഹായിക്കാൻ. പക്ഷെ അവിടെ മരുന്ന് എത്തിയില്ല. അതുപോലെ മുഹമ്മദ് ഹഫീസും ഒക്കെ, പക്ഷെ അവിടെ മരുന്ന് എത്തിയില്ല. പിന്നെ ഇന്ത്യയുടെ പ്രശ്നകാരൻ ഫക്കർ സമാനായിരുന്നു. കഴിഞ്ഞ നമ്മളെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫക്കർ സമാൻ ഒറ്റയ്ക്കാണ് തോൽപ്പിച്ചത്. അപ്പൊ പക്ഷെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട് ഇന്ത്യക്ക് തോൽവിയിൽ, അത് നമുക്ക് കാണാം. അത് എല്ലാവരും ചൂണ്ടിക്കാണിക്കേണ്ടായിരുന്നു. അത് ആ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ക്രഞ്ച് ഗെയിംസിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഫെയിൽ ആവും. അത് ഭയങ്കര കാറ്റാസ്ട്രോഫിക് ഫെയിലർ ആണ്. അതായത് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല. അതായത് ഒരാള് പോലും നിൽക്കില്ല. അതായത് ടോപ്പ് 3 അങ്ങ് പോകും. ഈ പ്രാവശ്യം കോഹ്ലി കളിച്ചു, പക്ഷെ കോഹ്ലിക്ക് ഒരു കൺസോളിഡേഷൻ ഇന്നിങ്സ് ആണ് കളിക്കാൻ പറ്റിയത്. അതായത് 50 of 47 അങ്ങനെ എന്തോ, അതായത് ഇറ്റ്സ് ക്ലോസ് ടു 100. ഇറ്റ്സ് ലൈക്ക് നോട്ട് ലൈക്ക് എ 20-20 ഇന്നിങ്സ്. പക്ഷെ കോഹ്ലിനെ ആരും കുറ്റപ്പെടുത്തില്ല. കാരണം ദാറ്റ് വാസ് വാട്ട് ഹി ഈസ് സപ്പോസ് ടു ഡു. കാരണം ഇന്ത്യ ഓൾറെഡി 2 പേരെ നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ ഓപ്പണിംഗ് ഭയങ്കരമായിട്ട് കുളവായി. അതായത് റൺ റേറ്റ് ഇല്ല. ഷാഹിദ് അഫ്രീദി നല്ല എന്താ അഫ്രീദിയാണ് ഷഹീൻ ഷാ അഫ്രീദി. പുള്ളിക്കാരൻ ഡെഫിനറ്റ്ലി ഇന്ത്യനെ വളച്ചു. ഇപ്പോ അപ്കമിങ് ഗെയിം എടുക്കുവാണെങ്കിൽ ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ബോളേഴ്സ് ആ ന്യൂസിലൻഡ് ഗ്രൂപ്പിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബോൾട്ട്. കാരണം ബോൾട്ടിന് ഷഹീൻ ഷാ അഫ്രീദി ചെയ്ത് എല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഔട്ട് സ്വിങ്, ഇൻ സ്വിങ്. ആൻഡ് ഇന്ത്യ ഹാസ് സ്ട്രഗിൾഡ് വിത്ത് ബോൾട്ട്. എനിക്ക് ഏതൊക്കെ കളി കളിച്ചായിട്ട് അറിയാം, ബോൾട്ടിനെ ഇന്ത്യക്ക് കളിക്കാൻ അറിയില്ല. പീരീഡ്. അറിയില്ല. സോ അത് ഇന്ത്യക്ക് ഒരു പ്രശ്നമാണ്. പിന്നെ നോക്കുവാണെങ്കിൽ മിച്ചൽ സാന്റ്നർ ഇന്ത്യക്കെതിരെ ഭയങ്കര എക്കണോമിക്കൽ ബോളിംഗ് ആണ്. അപ്പൊ അവിടെ ഇന്ത്യക്ക് അടിക്കാൻ വയ്യ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മുടെ ഇന്ത്യൻ കണ്ടിജന്റ് ആയ എന്താ ഇഷ്സോദി അല്ലെ, അതായത് ഇന്ത്യൻ വംശജൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലുക്കേ ഉള്ളൂ, ഇന്ത്യൻ അല്ല, ന്യൂസിലൻഡ്. പക്ഷെ ഇഷ്സോദിയുടെ പെർഫോമൻസും ഇന്ത്യക്കെതിരെ വളരെ നല്ലതാണ്. ഈ ഇഷ്സോദി വിക്കറ്റ് ടേക്കർ ആണ്. മിച്ചൽ സാന്റൺ റൺസ് കൊടുക്കില്ല, പക്ഷെ ഇഷ്സോദിയാണ് അതിന്റെ റിവാർഡ്സ് റീപ്പിക്കുന്നത്. സോ ഇന്ത്യ വിൽ ചോക്ക് അഗെയിൻസ്റ്റ് ന്യൂസിലൻഡ് പ്രിറ്റി ബാഡ്. കാരണം 3 ബോളേഴ്സ് ഞാനിപ്പോ പറഞ്ഞതിൽ തന്നെ 3 ബോളേഴ്സിന് ഇന്ത്യക്ക് കളിക്കാറില്ല. പിന്നെ മില്ലിന് പേസ് കൊടുക്കാൻ വേണ്ടി തരുന്നുണ്ട് എനിക്കൊന്ന്. കാരണം ഒരാള് ഇഞ്ചോർഡ് ആണ്, അപ്പൊ എനിക്കൊന്ന് മില്ലിന് കളിക്കും. സൗദി എനിക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു 2020 അവരുടെ സെറ്റപ്പിൽ. പക്ഷെ ഇന്ത്യക്ക് ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിന്റെ ബാറ്റിങ്ങിന്റെ അവിടെയാണ്. അത് മാർട്ടിൻ ഗപ്റ്റിൽ കളിക്കുന്നില്ല എന്നാണ് ഞാൻ അറിയുന്നത്. കാരണം മാർട്ടിൻ ഗപ്റ്റിൽ ദിവസമാണെങ്കിൽ കൈവിട്ട പോലെയാണ്. അത് നമ്മുടെ സേവാഗ് പോലെയാണ്, ചുമ്മാ അടിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് ചാൻസ് ഫോർ ഇന്ത്യ അഗൈൻസ്റ്റ് ന്യൂസിലൻഡ്. ഇത് ഡേ നൈറ്റർ ആണോ എന്ന് എനിക്കറിയില്ല. ഡേ നൈറ്റ് ആണത്. ഡേ നൈറ്റ് ആണെങ്കിൽ മനു പറഞ്ഞ പോലെ ഇറ്റ് ഈസ് നോ ബ്രെയിനർ. കാരണം ഗെറ്റ് ദ ടോസ്, ബാറ്റ് സെക്കൻഡ്. കാരണം അവിടെ ഭയങ്കര ഡ്യൂ ഫാക്ടർ. അപ്പൊ ഇഷ്സോദി ഈ പറഞ്ഞ പോലെ മിച്ചൽ സാന്ററിന് ഗ്രിപ്പ് ചെയ്യാൻ പറ്റില്ല ബോള്. അത് മാത്രമല്ല അവന്റെ ബോൾ ഈസി ഓടിക്കാൻ. അപ്പൊ ഇന്ത്യക്ക് ആ പറഞ്ഞ 2 കേസുകൾ അവോയ്ഡ് ആവും. പക്ഷേ ഇഫ് ഇന്ത്യ ടോസ് തോറ്റ് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഗെയിം ഓവർ. ഇന്ത്യ തോക്കും. ഡെഫിനറ്റ്ലി ഇന്ത്യ തോക്കും. ഇന്ത്യ ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനായിട്ട് ഒരു രീതിയിൽ തോറ്റു. കാരണം ഇന്ത്യ ഹാർദിക് പാണ്ഡ്യനെ എടുത്തു. അത് തന്നെ നമുക്ക് പറയാനുള്ള പോലെ എനിക്ക് കൂടുതൽ പറയാനില്ല. നമ്മൾ പറഞ്ഞ് നമ്മുടെ നാവിലെ വെള്ളം വറ്റി. അപ്പോ ഹാർദിക് പാണ്ഡ്യ ഞാൻ എപ്പോഴും പറഞ്ഞു, ഇഫ് ഹീസ് എൻ ഓൾറൗണ്ടർ ഹി പ്ലേസ്, ഇഫ് ഹീസ് നോട്ട് എൻ ഓൾറൗണ്ടർ ഹി ഹാസ് നോട്ട് പ്രൂവൺ ഹിംസെൽഫ് വിത്ത് ദ ബാറ്റ്. ഇനി അത് ആരെന്ത് പറഞ്ഞാലും, ധോനി പറഞ്ഞു, ടീം മാനേജ്മെന്റ് പറഞ്ഞു, ഹീസ് എ മാച്ച് വിന്നർ എന്ന് പറഞ്ഞു, ഹി ഹാസ് നോട്ട് വൺ ദാറ്റ് മെനി മാച്ചസ് പീരിയഡ്. ബാറ്റിംഗിൽ വലിയായിട്ട് ശോഭിച്ചിട്ടില്ല. ബാറ്റിംഗിന്റെ കേപ്പബിലിറ്റിയിൽ ഹാർദിക് പാണ്ഡ്യ എത്ര മാൻ ഓഫ് ദ മാച്ച് ആയെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്കറിയാം ഹാർദിക് പാണ്ഡ്യക്ക് ചാൻസസ് കുറവാണ് ബാറ്റ് ചെയ്യാൻ, പക്ഷെ കിട്ടിയ ചാൻസസിൽ എത്ര പ്രൂവ് ചെയ്തു. ഇഫ് ഐ ആം റിയലി ലുക്കിംഗ് അറ്റ് ഹാർദിക് പാണ്ഡ്യ, ദ only innings in my memory that I remember of Hardik Pandya that I feel really proud to say is the one that he played against Pakistan in Champions Trophy final, which he scored a 90 and then got unluckily run out. Jadeja ആയിട്ടുള്ള മിക്സ് അപ്പ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് അത് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. That's the only 76 from 47. 76 ആണോ അടിച്ചത്? 90 പോലും അല്ല അല്ലേ? അപ്പൊ whatever, but that was a
സൂപ്പർബ് ഇന്നിങ്സ്. പക്ഷെ അന്ന് നമുക്ക് അറിയാം ഇറ്റ് വാസ് എ ലോസ് കോസ്, ഇന്ത്യ ഒരിക്കലും ജയിക്കില്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ പറയും ധോനി അന്ന് നിന്നിരുന്നെങ്കിൽ ന്യൂസിലൻഡ് ആയിട്ട് ജയിച്ചേനെന്ന്, അതുപോലെ ഹർദിക് പാണ്ഡ്യ നിന്നെങ്കിൽ പാകിസ്ഥാനായിട്ട് ജയിച്ചേനെന്ന് പറയും. ബട്ട് ദീസ് ആർ നോട്ട് ലൈക്ക് തിങ്സ് ദാറ്റ് വുഡ് ഹാവ് ഹാപ്പൻ. ബട്ട് whatever. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് അത് മാത്രമേ ഹർദിക് പാണ്ഡ്യന് ഓർമ്മയുള്ളൂ. ഒരു ഇന്നിങ്സ് വെച്ചിട്ട് ഒരാൾ മാച്ച് വിന്നർ എന്നല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി മാച്ച് വിന്നേഴ്സ് ആണ്. ബിക്കോസ് ടൈം ആൻഡ് അഗെയിൻ they have proven to be match winners. It's not that they win one match and then go hiding for 15 matches and then come and they don't become Cristiano Ronaldo or Lionel Messi. അതുപോലെ വിരാട് കോഹ്ലി, why എപ്പോഴും നമ്മൾ പറയും Virat Kohli compared against Rohit Sharma, and why Virat Kohli has an advantage over Rohit Sharma. Now technically speaking, അല്ലെങ്കിൽ ആ ഫ്ലെയർ ക്വാളിറ്റി എല്ലാം നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഈസ് അഹെഡ് ഓഫ് കോഹ്ലി. കാരണം രോഹിത് ശർമ്മയ്ക്ക് ഇങ്ങനെ അനായാസമായി 6 അടിക്കാം. രോഹിത് ശർമ്മയ്ക്ക് അറിയാലോ 200 വലിയ 100s അടിക്കുള്ളൂ പുള്ളി. അതായത് പുള്ളിക്ക് വൺസ് അത് കഴിഞ്ഞാൽ ഭയങ്കര ബാറ്റിംഗ് ഈസി ആയിട്ട് തോന്നും. ബട്ട് ദ പ്രോബ്ലം ഇസ് crunch games who delivers, and every single time it is Virat Kohli who has to keep that end. Crunch games ഈ പറയുന്ന എല്ലാ പ്ലേയേഴ്സും ഹൈഡിങ് ആയിരിക്കും. ഈ പറയുന്ന പേപ്പറിൽ ഇന്ത്യ അതാണ് KL രാഹുൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ലൈനപ്പ് എന്നൊക്കെ പറഞ്ഞു. ഒരു ഷഹീൻ ഷാ അഫ്രീദിനെ കളിക്കാറില്ലെങ്കിൽ ഈ ലൈനപ്പ് ഒന്നും കാര്യമില്ല, വെറും പേപ്പറിൽ ഒരു പേര് മാത്രമേ ആവുന്നുള്ളൂ. സോ അതാണ് ഇന്ത്യക്കുള്ള പ്രശ്നം. എനിക്ക് ഉറപ്പാണ് വിരാട് കോഹ്ലി പറയും ഇറ്റ്സ് എ ബ്ലിപ്പ് എന്നുള്ളത്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബ്ലിപ്പ്. ഇറ്റ് ഈസ് എ ടെറിബിൾ ഗെയിം. ഇന്ത്യ പ്ലേഡ് ടെറിബിളി ബാഡ്. ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ ഡിസേർവ്സ് ഓൾ ദ ക്രെഡിറ്റ്, ബട്ട് ഹൗ ഇന്ത്യ പ്ലേഡ് ദാറ്റ് ആക്ച്വലി ഷോസ് ദാറ്റ് വാസ് നോട്ട് എ ദാറ്റ്സ് നോട്ട് ഹൗ ചാമ്പ്യൻസ് പ്ലേ. ഒരു കളി കാണുമ്പോൾ നമുക്ക് അറിയാം ഈ ചാമ്പ്യൻസ് പറഞ്ഞ ഒരു സമയത്തെങ്കിലും തിരിച്ചു വരുമോ കളിയിൽ. ദാറ്റ് വാസ് ലൈക്ക് എ കംപ്ലീറ്റ് വാഷ് ഔട്ട്. അതായത് അതൊരു മഴ പെയ്ത് വാഷ് ഔട്ട് ആയ പോലെ ഇക്വലന്റ് ആണ്. അതായത് ഇന്ത്യക്ക് there was no from ball 1 India was not in the game, it was out. Like എന്തോ പിന്നെ ആർക്കു വേണ്ടി കളിക്കുന്നു, കളിച്ചു തീർക്കാം എന്നുള്ളത്. ലൈക്ക് there was no chances, ബോളേഴ്സിന് ചാൻസ് ഇല്ല. ഇതൊക്കെ പറയാം. ഒരു ഫൈനലിൽ വിരാട് കോഹ്ലി ടോസ് ജയിച്ചിട്ട് പറയാൻ പറ്റുമോ അയ്യോ മറ്റേ ഇതായി പോയി, ഡ്യൂ ആയി പോയി, അതുകൊണ്ട് തോറ്റു? നോബഡി കെയർസ്. നോബഡി ഹിസ്റ്ററി നോക്കിയിട്ട് ആരും പറയില്ല ഡ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ 2011 ഇന്ത്യക്ക് ഡ്യൂവിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു മുരളീധരൻ പറഞ്ഞപ്പോൾ. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ദാറ്റ്സ് ഓൾ സെഡ്. ബട്ട് കൺസിഡറിംഗ് ഹൗ ദിസ് ഈസ് ഗോയിങ് ടു ബി, I believe India is going to not get into the semi-finals. Yes, I am an Indian fan. Yes, I am distraught that India lost against Pakistan, but overall looking into how India is playing and how their morale would be. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ ഇന്ത്യൻ ടീം ഇസ് നോട്ട് ലൈക്ക് ദി എനി അതർ ഇന്ത്യൻ ടീം. ദിസ് ഇന്ത്യൻ ടീം നോസ് ഹൗ ടു ബൗൺസ് ബാക്ക്. അത് എസ്പെഷ്യലി ഇൻ ടെസ്റ്റ് വി നോ ഹൗ ഇറ്റ് ബൗൺസ് ബാക്ക്. ബട്ട് ഇൻ ടേംസ് ഓഫ് 2020 എന്ന് പറഞ്ഞ ടൈം ഇല്ല. അതായത് 20 overs ഗെയിം, എനി അപ്സെറ്റ് ക്യാൻ ഹാപ്പൻ. അഫ്ഗാനിസ്ഥാനിലെ എന്താ ഹെവ്മറ്റ് ഷഹസാദ് മറ്റേ ഒരു ഭയങ്കരമായിട്ട് അടിക്കുന്ന ഓപ്പണർ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പുള്ളി കളിച്ചാൽ ചിലപ്പോൾ കളി തോറ്റു. അപ്പോ മെറ്റിക്കുലസ് ആയിട്ട് ഇനിഷ്യലി തൊട്ട് തന്നെ അഗ്രസീവ് ആയിട്ട് ജയിക്കണം. കാരണം ഒരു സ്ലിപ്പ് അപ്പ് സംഭവിക്കാം. 2020 ദാറ്റ്സ് പോസിബിൾ. ഇപ്പൊ നമ്മൾ പറയണോ ന്യൂസിലൻഡ് ആയിട്ടുള്ളത് മാത്രമേ ഹാർഡ് അല്ല, മറ്റേ ഒരു 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 ചെറിയ പൊക്കം കുറഞ്ഞൊരു മനുഷ്യല്ലേ അങ്ങനെ എന്തോ. അതെ, അപ്പൊ പുള്ളിക്കാരൻ ഈ പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് 2020 ഇറ്റ് ഇസ് ഈസി. ലൈക്ക് 1 good 4 overs അല്ലെങ്കിൽ ഒരു നല്ല ബാറ്റിംഗ്, ഒരു 30 balls 60 അടിച്ചാൽ ഗെയിം ചേഞ്ചസ്. സോ വി കനോട്ട് ബി ഹാർഡ് ഓൺ എനി ടീം. കാരണം 2020 നോക്കുമ്പോൾ, കാരണം ദാറ്റ് ഈസ് 2020. അതാണ് ഫൺ 2020യുടെ. പക്ഷെ സോ വാട്ട് നീഡ്സ് ടു ബി ഡൺ ഇസ് ലൈക്ക് ദ ടീം നീഡ്സ് ടു ലൈക്ക് ട്രൈ ടു വിൻ എവറി സിംഗിൾ ഗെയിം ദാറ്റ് ദേ പ്ലേ. ബിക്കോസ് ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്കോട്ട്ലൻഡ് ആയിട്ട് തോക്കും. ഇറ്റ് ക്യാൻ ഹാപ്പൻ. അത് ഇന്ത്യ ഇത്ര നല്ല ടീം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിരാട് കോഹ്ലിനെതിരെ ഫ്ലേക്ക് ഡ്രോ ചെയ്തിട്ട് കാര്യമില്ല. ദാറ്റ് ക്യാൻ ഹാപ്പൻ. ദാറ്റ് ഈസ് 2020. അതാണ് അതിന്റെ രസം. അതുകൊണ്ട് തന്നെയാണ് ആ ഗെയിം ഇപ്പൊ മുന്നോട്ട് പോകുന്നതും. കാരണം നമുക്കറിയാം 50 overs സ്കോട്ട്ലൻഡ് ചിലപ്പോൾ ഇന്ത്യനെ തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തോപ്പിക്കാൻ പറ്റില്ല എന്ന് പറയില്ല, പക്ഷെ അത് ഒരു ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ. But 2020 definitely അതല്ല. അപ്പോൾ for me India's chances are bleak against New Zealand, and also India to land in semis. I think now it's looking very distant. എനിക്ക് അത് പാകിസ്ഥാനായിട്ട് ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഓക്കെ ആയിരുന്നു. കാരണം I always thought that India's chances against New Zealand were less. So the defeat against New Zealand is going to, the defeat against Pakistan is going to hurt India. Not because losing against Pakistan is a bad thing, but in the context നോക്കുവാണെങ്കിൽ India should have won against Pakistan.
just because it is going to be difficult. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഹാസ് ബീൻ പ്ലേയിങ് ഇൻ UAE ഫോർ ദ ലാസ്റ്റ് 2 months. ഇന്ത്യക്ക് ആ കണ്ടീഷൻസ് ആയിട്ട് ഇന്ത്യൻസ് അഡാപ്റ്റ് ലൈക്ക് IPL വെച്ചിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പാകിസ്ഥാനിന്റെ ഒരു ഹോം ഗ്രൗണ്ട് പോലെയാണ് UAE എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു they were not playing there for the reason like കുറച്ച് നാള്. അപ്പം ഇന്ത്യൻസ് ഷുഡ് ഹാവ് എ ബെറ്റർ ഐഡിയ ഓഫ് ദ പിച്ച് ആൻഡ് കണ്ടീഷൻസ്. വി ഹോപ്പ് ഇന്ത്യ ബൗൺസസ് ബാക്ക്, നമുക്കൊരു ചാൻസ് തരുമെന്ന്. പക്ഷെ വിച്ച് ഈസ് ടഫ് ആൻഡ് അൺലൈക്ലി എനിക്ക് തോന്നുന്നു. ബട്ട് ഹു നോസ്, ഇറ്റ്സ് അഗൈൻ 2020. പിന്നെ 2020 ഒരു ഇതല്ലേ, anybody can win, but yeah, definitely Pakistan looks very strong. There's every chance that they might end up in the finals. I'm not saying that they will win, but because 2020 is unpredictable, but I believe it's going to be a Pakistan-England final. But the attitude is very good for Pakistan players. നേരത്തെ like I remember Arun saying about our previous captain, how തളർന്നു കൊടുത്താണ് പുള്ളി വന്നത്. പക്ഷെ ബാബർ അസം is really positive and he look optimistic. Like don't think about the past, we are thinking about the future and we will win. അത് പുള്ളി അതേപോലെ ചെയ്തു. പാകിസ്ഥാന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇൻസമാം ഉൾ ഹക്ക് ക്യാപ്റ്റൻസി എടുത്തപ്പോ തൊട്ട്, പക്ഷെ ഇൻസമാം ഉള്ള ഒരു ഗ്രേറ്റ് ക്യാപ്റ്റൻ അല്ല, കാരണം ഒരു പാസീവ് ക്യാപ്റ്റൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബാബർ ആസം എന്ന് പറഞ്ഞാൽ ഹി വാണ്ട്സ് ടു ബി ദ ബെസ്റ്റ് അല്ലെ. അപ്പൊ ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഗോ ആൻഡ് സ്ലാക്ക് ആൻഡ് സേ തോറ്റുപോയി നമ്മൾ കാര്യങ്ങൾ നോക്കി. നോ, ഹി വാണ്ട്സ് ടു വിൻ. ഹീസ് ലൈക്ക് കോഹ്ലി. ഹീസ് നോട്ട് ലൈക്ക് ആറ്റിറ്റ്യൂഡ് കോഹ്ലിനെ പോലെ കാണിക്കുന്നില്ല, ഇൻ യുവർ ഫേസ് ഒന്നല്ല, പക്ഷെ ഹി വാണ്ട്സ് ടു വിൻ എവരിതിങ്. ആൻഡ് അത് ആ ബാറ്റിംഗിന് എവിഡന്റ് ആണ്. സോ ഐ തിങ്ക് ക്യാപ്റ്റൻസിയിൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഐ തിങ്ക് he's a right captain, or else Babar Azam ആയില്ലെങ്കിൽ തന്നെ I think Rizwan is a good captain material, and he is also a good player. I like his attitude. So എനിക്ക് തോന്നുന്നു yes, I think they are having a core group, right? Starting to form a small core group, which is nice to see. I think they were a formidable team in the past. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഹെഡ് ടു ഹെഡ് നോക്കിയാൽ ഡെഫിനറ്റ്ലി പാകിസ്ഥാൻ is well ahead of India. അതായത് ഇന്ത്യ എപ്പോഴും ത്രാഷ് വരുന്ന പാകിസ്ഥാൻ എക്സെപ്റ്റ് ഫോർ ദ വേൾഡ് കപ്സ്. ശരിക്കും 2009 വേൾഡ് കപ്പ് പോലെയാണ് ICC. കാരണം പാകിസ്ഥാൻ ഇതേപോലെയായിരുന്നു ശ്രീലങ്കനെ ഫൈനലിൽ. ഓർമ്മയുണ്ട് ദിൽഷന്റെ ദിൽസ്കു 2009 ഏത് ഇത് 2020 ആണ്? സോറി 2008 ഏത് ഇത് 50 ഓവർ ആണോ? ICC വേൾഡ് കപ്പ് 2009 ആണെന്ന് തോന്നുന്നു. അല്ല ഏതാ 2020 ആണോ? 2020. ഓ 2020 പാകിസ്ഥാനല്ലേ ജയിച്ചേ? 29 രണ്ടാമത്തെ അതും ഷാഹിദ് അഫ്രീദിയുടെ. എനിവേ നമുക്കപ്പം ഇന്ത്യ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഇന്ത്യ നല്ല പോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് എൻഡ് ചെയ്യാം. അതെ, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇഫ് ഹാർദിക് പാണ്ഡ്യ പ്ലേസ് ഹോപ്പ് ഹി ബോൾസ്. കാരണം ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ നെറ്റിൽ ബോൾ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോ എന്തായാലും ഇപ്പോ ഹാർദിക് പാണ്ഡ്യനെ അവർ മാറ്റില്ല. കാണിക്കാൻ നോക്കുവാണ്. BCCIയുടെ ചെയർമാനെ മാറ്റിയാലും ഹാർദിക് പാണ്ഡ്യനെ ടീമിൽ നിന്ന് മാറ്റില്ല എന്നുള്ളത് ഉറപ്പായി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹാർദിക് പാണ്ഡ്യ ഹോപ്പ് ഇത്തിരി ബുദ്ധിയും കൂടെ വരുന്നു ഇന്ത്യക്ക്. ബൈ.